ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ഈ ഡെറ്റോൾ ബോട്ടിൽ വെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിലുണ്ടായിരുന്ന സ്റ്റിക്കറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ അടിവശവും മുകൾ വശവും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന്റെ സൈഡ് വശവും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറിൽ ഈ ഡെറ്റോൾ ബോട്ടിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവറിലേക്ക് ഡെറ്റോൾ ബോട്ടിൽ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇനി ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതിന്റെ അടപ്പ് വരുന്ന ഈ ഒരു ഭാഗത്ത് സെല്ലോ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. നമ്മളിന്ന് ഇത് വെച്ച് ഒരു ഡോൾ ഫേസ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മൾ ബോട്ടിലിന്റെ അടപ്പ് വരുന്ന ഈ ഒരു ഭാഗത്ത് ഇതുപോലെ സെല്ലോ ടാപ്പ് ചുറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിന്റെ ഈ ഒരു ഭാഗത്തും സെല്ലോ ടാപ്പ് ഒട്ടിച്ചെടുക്കണം. പിന്നീട് നമ്മളിവിടെ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് ഫോം ഷീറ്റ് എടുക്കാം. അതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു പീസ് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ഡോളിന്റെ മുടിയായിട്ട് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇത് നമ്മൾ മടക്കി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് വെൽവെറ്റ് പോലെയുള്ള ഒരു ബ്ലാക്ക് ഷീറ്റാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് ഫോം ഷീറ്റ് എടുക്കാം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ബോട്ടിലിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ഷീറ്റിൽ ആദ്യം നമ്മൾ ചോക്ക് വെച്ച് ഇവിടെ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതിന്റെ രണ്ട് ഭാഗവും നമുക്ക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഡോളിന്റെ ഫ്രണ്ടിലുള്ള മുടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബാക്കിലേക്കുള്ള മുടിയൊക്കെ വെച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ വരച്ചെടുത്തതിന്റെ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മളത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മടക്കി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെയാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് ബോട്ടിലിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പൊ നമ്മളിതിൽ നല്ലതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമ്മളത് ബോട്ടിലിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന്റെ ഈ ഭാഗങ്ങളിലെല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ മുടിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഒപ്പാക്കി എടുക്കണം. പിന്നീട് നമ്മളിവിടെ കളർ പേപ്പറിന്റെ 3 പീസ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുകയാണ്. ഇത് വെച്ച് ഫ്ലവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ഡോളിന്റെ മുടിയിൽ ഒട്ടിച്ചെടുക്കണം. അപ്പൊ ഇതാ ഇതുപോലെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കേണ്ടത്. ഇത് മുഴുവനായും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനിടയിലൂടെ എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മളിവിടെ 3 പൂക്കളും ഇലകളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മുടിയിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 ഇലകൾ ആദ്യം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലവർ ഒട്ടിച്ചെടുക്കാം. ഫ്ലവറിന്റെ താഴെയുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പൊ ഇതാ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡോളിന്റെ കണ്ണുകളെല്ലാം CD മാർക്കർ വെച്ചൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഡെറ്റോൾ ബോട്ടിൽ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ തീർച്ചയായും നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പൊ നമ്മൾ ഡോളിന്റെ കണ്ണുകളും മൂക്കും വായയും എല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡോളിന്റെ കവിളുകളിൽ ഇതുപോലെ റെഡ് കളർ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈസ് ബോ ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ അത് ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുത്തു. ഇതിന്റെ ബാക്കിലായിട്ട് നമ്മൾ ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഡെറ്റോൾ ബോട്ടിൽ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ.
ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.